ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയികളെ അനുമോദിച്ചു. ചടങ്ങ് പ്രശസ്ത കവിയും സംഗീത സംവിധായകനുമായ EV വത്സൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പ്രസക്ത കവിയും സംഗീത സംവിധായകനുമായ EV വത്സൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങൾ കലാലയം പരീക്ഷ എഴുതി ജയിച്ചു, ജീവിത പരീക്ഷ എഴുതാൻ പോകുന്നു, അതിലും ജയിച്ചു, നല്ല ജീവിതം കിട്ടി, ശമ്പളം കിട്ടി, വിവാഹിതരായി, കുട്ടികളായി, ബാല്യ കൗമാര യൗവന വാർദ്ധക്യമൊക്കെ പിന്നിട്ട് അങ്ങനെ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു വ്യക്തിയായി മാറരുത്. ഇവിടെ ഒരു അടയാളപ്പെടുത്തലുണ്ടാവണം. ആ അടയാളപ്പെടുത്തൽ ഉണ്ടാകുന്നത് സൽകൃത്യം ചെയ്തിട്ടായിരിക്കണം, കുറ്റകൃത്യം ചെയ്തിട്ടായിരിക്കണം. സെൽഫി എടുത്തിട്ട് ലൈക്കും ഷെയറും കിട്ടിയ ജീവിതം ജയിച്ചു എന്ന് കരുതുന്നവർ സമൂഹ മാധ്യമങ്ങളിൽ അക്കൗണ്ട് നിർമ്മിച്ച് ഓൺലൈനിൽ തന്നെ ചടഞ്ഞുകൂടിയിരിക്കുന്ന കുട്ടികളുണ്ട്. അവരോട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിത വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞാൽ അതിനിടയിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട ഒരു മാർഗം കലയും സാഹിത്യവുമാണ്. നമ്മുടെ മനസ്സ് സന്തോഷിക്കാൻ അത് നിർബന്ധമാണ്. കലയിലും സാഹിത്യത്തിലുമുള്ള ഒരു താല്പര്യം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷജിന കൊടക്കാട് അധ്യക്ഷത വഹിച്ചു. ഇനി ഒട്ടനവധി LSS ആയാൽ ഇനി അടുത്തത് USS ആണ്. USS കഴിഞ്ഞാൽ നിങ്ങൾക്ക് SSLC ഉൾപ്പെടെ അത് കഴിഞ്ഞ് +2 ഉൾപ്പെടെയുള്ള ഉന്നത വിജയങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തേണ്ടതുണ്ട്. അതിന് വഴികാട്ടിയായി നമ്മുടെ നാട്ടിലെ അധ്യാപകരും നിങ്ങളോടൊപ്പം നിങ്ങളുടെ രക്ഷിതാക്കളും അതോടൊപ്പം തന്നെ ഞങ്ങളും കൂടെയുണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ലഹരിയെക്കുറിച്ച് നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ വൈസ് പ്രസിഡന്റ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒറ്റ ലഹരിയെ വേണ്ടു മക്കളെ. നമ്മുടെ ലഹരി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസത്തിൽ നിങ്ങളെ എത്തുന്ന രീതിയിലായിരിക്കണം. നിങ്ങൾ രക്ഷപ്പെടുന്ന ലക്ഷ്യബോധത്തിലെത്തുന്ന ഒരു ലഹരി ആയിരിക്കണം നിങ്ങളുടെ ഏറ്റവും വലിയ ലഹരി എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെയാണ് നമുക്കൊരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ മാർക്കിലൊക്കെ നിങ്ങൾ A+ ആവാം. അതുപോലെ തന്നെ ആയിരിക്കണം ഇനി മുന്നോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ മുതിർന്ന പൗരന്മാരെ ഒക്കെ കാണുമ്പോൾ ആദരിക്കാനും രക്ഷിതാക്കളെയും അധ്യാപകർക്കോടൊപ്പം നമ്മുടെ ഏറ്റവും നല്ല മാന്യതയോടുകൂടി സമൂഹത്തിൽ ഏറ്റവും നല്ല പൗരന്മാരായി നല്ല ലക്ഷ്യബോധമുള്ള പൗരന്മാരായി നിങ്ങൾ ഇനിയും ഉന്നതിയിലെത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജൗഹർ വെള്ളിക്കുളങ്ങര സ്വാഗതം പറഞ്ഞു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത പിലാക്കണ്ടി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സതി ടീച്ചർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. ശ്രീജിത്ത, PEC കൺവീനർ ജലീൽ മാസ്റ്റർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സുധീർ മഠത്തിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. മെമ്പർമാരായ പ്രവീഷ, നിരോഷ ധനേഷ, ബിന്ദു വള്ളിൽ, പ്രജിഷ MP, നിഷ CH, രതിദേവി, അനിൽകുമാർ, ഷീബ, അഭിജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. വാർഡ് മെമ്പറും പ്രോഗ്രാം കോർഡിനേറ്ററുമായ RK സുജീവൻ ചടങ്ങിന് നന്ദി പറഞ്ഞു. നൂറുകണക്കിന് കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്ത് വേദി മനോഹരമാക്കി. അനന്യ PV, KP, ഋതുവർണ R, ഫെബ പ്രശാന്ത്, സാകേത്, സഞ്ജന പത്മതി, ആദിത്യ KP. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S. ഭരത്, PS സിദ്ധാർത്ഥ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൈഫ ഫാത്തിമ NK, അഭിരാം, അനൂഹ്യ, ഇഷാൻ BC, ഷിരോമ ഷരീഷ്, VK, സർവാണി, ലക്ഷ്മി, ഷേഹ. അടുത്തത് അനുമോദനം നൽകുന്നത് ആദിത് P. സ്കോളർഷിപ്പ് നേടിയിട്ടുള്ള നിവേദിത അനിൽ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ശ്രീഹൻ ശ്രീലേഷ്, ഋഗ്വേദ് ശിവ, ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗം അഭിജിത്ത്, അവന്തിക MP. അടുത്ത LSS സ്കോളർഷിപ്പ് ധ്രുവത CP. നൽകുന്നത് നിരോഷ ധനേഷ്, സാന്റിയ
എസ് അവന്തിക MN, നഫീസത്തുൽ മിസ്രിയ AS, ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗം ഇവാനിയ SR, ആൽവിൻ കൃഷ്ണ, വിഹാൻ സാബു, ഫാത്തിമ TP, ഇഷാൻ ഭാസ്കർ, മുഹമ്മദ് സഫി, മുഹമ്മദ് അമൻ. അതിനുശേഷം എല്ലാവരും കൊടുത്തല്ലേ ആദ്യ ടി ധ്രുവൻ ബി, ഗൗരിനന്ദ ബി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭദ്ര നൈതിക് ബി. അഭിപ്രായം ആർക്കിംഗ് CS അനിൽ.